കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്ത് നിഷ്പക്ഷതയിൽ ഏറ്റവും നിഷ്പക്ഷമായി നിൽക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകക്ഷിക്കൊപ്പം ചേർന്ന് ഫാസിസ്റ്റുകൾക്കൊപ്പം ചേർന്ന് ജനവിധി അട്ടിമറിച്ചു എന്നാണ് വസ്തുനിഷ്ഠമായി നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിലൊരു മറുപടി ഉണ്ടായിരുന്നില്ല. അവർ വെറുതെ ഞഞ്ഞാമുഞ്ഞ പറയുകയായിരുന്നു. ഈ സംഗതികളൊക്കെ കണ്ടെത്തണമെങ്കിൽ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം പോലെ, ഒരു കേസ് അന്വേഷിക്കുന്നത് പോലെ വളരെ ദുർഘടം പിടിച്ചൊരു പണിയാണ് ഒരു വോട്ടർ പട്ടിക പഠിച്ച് അതിന്റെ വസ്തുതകൾ വിശകലനം ചെയ്ത് കണ്ടെത്തുക എന്നുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ നരേന്ദ്രമോദിയും സംഘപരിവാറും പരാജയപ്പെട്ടിരിക്കുകയാണ്. 50 പാർലമെന്റ് മണ്ഡലങ്ങൾ അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഗൂഢാലോചന നടത്തുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം എവിടെ നിൽക്കുകയാണ്? ദ ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണിത്. 7.5 പതിറ്റാണ്ട് കാലം ചില വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ജനാധിപത്യം പുഷ്കലമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ ജനാധിപത്യത്തിന്റെ അവസ്ഥയാണ് ഇന്ന് ഭാരതത്തിൽ ഫാസിസ്റ്റുകൾ ഇന്ത്യ ഭരിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. തങ്ങൾക്കിഷ്ടമില്ലാത്തവർ വോട്ട് ചെയ്യണ്ട, അല്ലെങ്കിൽ ഓരോ നിയോജക മണ്ഡലത്തിലെയും ജനവിധി അട്ടിമറിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? വ്യാപകമായ തോതിൽ തങ്ങളുടെ ആളുകളെ കള്ളവോട്ട് ചേർക്കുക, വോട്ടവകാശമുള്ള യഥാർത്ഥ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുക, അല്ലെ? എന്തിന്? അതിന്റെ ലാഞ്ചന. ഇവിടെ തൃശ്ശൂര് വലിയ അത്ഭുതമായി സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറഞ്ഞു. ആ തെരഞ്ഞെടുപ്പും അട്ടിമറിക്കപ്പെട്ടതാണ്. കേരളത്തിലെ എല്ലാ BJP-കാരുടെ വോട്ടും തൃശ്ശൂര് കൊണ്ടുപോയി ചേർത്തിരിക്കുകയാണ്. പലരുടെയും ഉദാഹരണ സഹിതം, തെളിവ് സഹിതം പുറത്തു വന്നു. വോട്ട് ചേർക്കണമെങ്കിൽ അതിനൊരു മാനദണ്ഡമുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 6 മാസക്കാലം ആ പ്രദേശത്ത് സ്ഥിരതാമസമാകണം. ജോലിക്ക് വന്നാൽ പോലും പോരാ, അവിടെ സ്ഥിരതാമസമാകണം. ഇത്രയേറെ BJP-കാരെ ഒന്നിച്ച് ഒറ്റ അടിക്ക് തൃശ്ശൂരിൽ വോട്ട് ചേർത്തതാണ് നമ്മൾ കണ്ടത്. കർണാടകയിലെ ഒരു മണ്ഡലത്തിലെ ഫലമാണ് രാഹുൽ ഗാന്ധി വസ്തുനിഷ്ഠമായി പഠിച്ച് ഒരു പ്രസന്റേഷന്റെ സഹായത്തോടു കൂടി AICC ആസ്ഥാനത്ത് നടത്തിയ പത്രസമ്മേളനം ഇന്ത്യൻ ജനാധിപത്യം കണ്ട ഏറ്റവും ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ്. തെരഞ്ഞെടുപ്പിൽ പല രാഷ്ട്രീയ രംഗത്ത് പല സംഗതികളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വോട്ട് കൊള്ളാൻ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ ജയിച്ചിട്ടില്ല, BJP യഥാർത്ഥത്തിൽ ജയിച്ചിട്ടില്ല. വോട്ട് കൊള്ള നടത്തി 50-ൽ പരം മണ്ഡലങ്ങളെ അട്ടിമറിച്ചു. 56, 57 സീറ്റുകളുടെ വ്യത്യാസമാണ് ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ളത്. അപ്പൊ 50 സീറ്റുകൾ ഇപ്പുറത്ത് ജയിച്ചാലോ? സത്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിയാണ് നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരേണ്ടിയിരുന്നത്. അപ്പൊ രാജ്യത്തെ നിഷ്പക്ഷരിൽ നിഷ്പക്ഷമായി പെരുമാറേണ്ട പവിത്രമായ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയും ഒക്കെ. അവിടെ വരെ ഫാസിസ്റ്റുകളുടെ കരാളഹസ്തങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഫാസിസം വന്നാൽ എന്താ കുഴപ്പം എന്നൊരു കാലത്ത് ചോദിച്ചവരുണ്ടായിരുന്നു. ഫാസിസം വന്നാൽ ഇതാ കുഴപ്പം, വേറെ ആര് വന്നാലും ഇതുപോലുള്ള ഭീകരമായ നടപടികൾ രാജ്യത്ത് നടത്തൂല. RSS ഇന്ത്യയിലെ എല്ലാ സംവിധാനങ്ങളിലും പിടിമുറുക്കുകയാണ്. അത് നിയമരംഗത്തും ഇലക്ഷൻ കമ്മീഷനിലും അങ്ങനെ എല്ലാ തലങ്ങളിലും. രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി രാജിവെച്ചു. എന്തിനാ രാജിവെച്ചത്? ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമായ ഒരു പദവിയാണ്. അതിലേക്ക് വരുന്നവർക്ക് രാഷ്ട്രീയം ഉണ്ടാകും, ശരിയാണ്. പക്ഷേ ആ രാഷ്ട്രീയം ഉണ്ടെങ്കിലും നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മുടെ രാജ്യത്തെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ. ലോകത്തിന്റെ മുമ്പിൽ ഈ 145 കോടി ജനങ്ങളുടെ നായകത്വമാണ്, നേതൃത്വമാണ് രാജ്യത്തിന്റെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നൊക്കെ പറയുന്നത്. എന്തേ ജഗദീപ് ധൻഖർ എന്ന് പറയുന്ന നമ്മുടെ വൈസ് പ്രസിഡന്റ് ആരും അറിയാതെ, ഒരു ചർച്ച പോലും ആകാതെ രാജിവെച്ചു പോയത്? അദ്ദേഹം നിയമപ്രകാരം
രാജ്യസഭയിലെ 60ഓളം MP-മാർ എഴുതി ഒപ്പിട്ട് കൊടുത്ത ഒരു പ്രമേയം ചർച്ചക്കെടുത്തു. എന്താണ് പ്രമേയം? നമ്മുടെ നാട്ടിലെ ഒരു ജഡ്ജ്, സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു. അപ്പൊ പിന്നെ അതിനുള്ള പരിഹാരം എന്താണ്? അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് ഭരണഘടനാനുസൃതമാണ്. ആ ഭരണഘടനയിൽ പറയുന്ന നടപടിക്ക് വേണ്ടി 60 ആളുകൾ ഒപ്പിട്ട് 60 MP-മാർ ഒപ്പിട്ട് കത്ത് തന്നപ്പോ അത് സ്വീകരിച്ചു എന്നുള്ളതാണ് വൈസ് പ്രസിഡന്റ് ചെയ്ത കുറ്റം. അപ്പൊ വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുമെന്ന ഭീഷണിയായി. RSSന്റെ ഭീഷണി വന്നു, നരേന്ദ്രമോദിയുടെ BJP-യുടെ ഭീഷണി വന്നു. അവസാനം അദ്ദേഹത്തിന് രാജിവെച്ച് എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഓടി ഒളിക്കേണ്ടി വന്ന ദാരുണമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുക. അപ്പോ ഈ രാജ്യത്തിന്റെ ഭരണഘടന അപകടത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞത് ഇതൊക്കെയാണ്. അതേസമയം ഇപ്പൊ ബീഹാറിൽ നടക്കുന്നത് എന്താണ്? ബീഹാറിൽ ഈ ഡിസംബറിൽ തെരഞ്ഞെടുപ്പാണ്. നവംബർ ഡിസംബർ മാസങ്ങളിൽ ബീഹാറിൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. 65 ലക്ഷം ആളുകളെയാണ് ആ സംസ്ഥാനത്തിന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. 65 ലക്ഷം ആളുകൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ വോട്ട് ചെയ്യണ്ട എന്ന കുടിലമായ ചിന്തയാണ് BJP രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്, സംഘപരിവാർ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ സഖ്യം അതിനെതിരെ പോരാടി. ഇപ്പൊ അവസാനം സുപ്രീം കോടതി പറഞ്ഞത് ആധാർ കാർഡിലുള്ളവന്റെ വോട്ട് തിരിച്ചു ചേർക്കണം. ചില കോടതി വിധികൾ മാത്രമാണ് നമുക്ക് ആശ്വാസകരമായിട്ടുള്ളത്. ജനാധിപത്യം പിച്ചി ചീന്തുകയാണ്. രാജ്യത്തിന്റെ ന്യായവും നീതിയും ബോധപൂർവം തകർക്കുകയാണ്. എന്നിട്ട് അതിന്റെ മുന്നിൽ നിന്ന് അട്ടഹസിക്കുന്ന സംഘപരിവാറിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ വോട്ടർ പട്ടികയുടെ ക്രമക്കേടുകൾ, തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ ഒക്കെ നമ്മുടെ രാജ്യത്ത് നിഷ്കരണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ സംഭ്രമജനകമാണ്. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇതേ ബീഹാറിൽ 13 ദിവസം നീണ്ടു നിൽക്കുന്ന ജൻ അധികാരി യാത്ര നടക്കുകയാണ്. ജനാധിപത്യത്തിൽ ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഉയർത്തിക്കൊണ്ടുവരാനും ഒക്കെയുള്ള ഒരു സംവിധാനം നമുക്കറിയാം. കഴിഞ്ഞ കുറെ കാലമായി, കഴിഞ്ഞ 10-12 വർഷക്കാലമായി നമ്മുടെ രാജ്യത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന, ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന അജണ്ടകൾ മാത്രമാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത്. മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നു. വിവേചനപരമായ നിയമങ്ങൾ. എന്താണ് മുത്തലാഖ് ബില്ല്? നാട്ടിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വിവാഹമോചനം ചെയ്താൽ അവന് ക്രിമിനൽ കേസും കാരാഗ്രഹവും ജയിലും. ബാക്കി എല്ലാ സമൂഹത്തിലും വിവാഹവും വിവാഹമോചനവും ഉണ്ട്. പൊരുത്തമുണ്ടാകുമ്പോഴാണ് വിവാഹം ഉണ്ടാകുന്നത്, പൊരുത്തക്കേടുകൾ ഉണ്ടാകുമ്പോഴാണ് വിവാഹമോചനം ഉണ്ടാവുക. അപ്പൊ അതൊരു വിവേചനം. മറ്റു സമുദായങ്ങൾക്കൊന്നും അത് ബാധകമല്ല. അതുപോലെ തന്നെ നമുക്കറിയാം CAA എന്ന് പറയുന്ന ഏറ്റവും മാരകമായ നിയമം രാജ്യത്ത് എന്താണ് കൊണ്ടുവന്നത്? ഈ നാടിന്റെ പൗരത്വം മുസ്ലിങ്ങൾക്ക് മാത്രം നിഷേധിക്കുന്നതിന്റെ തുടക്കമാണ് അവിടെ കുറിക്കപ്പെട്ടത്. അതിനെതിരെ നമ്മൾ പോരാടി. ലീഗ് പാർലമെന്റിൽ അതിശക്തമായി പ്രതികരിച്ചു. സുപ്രീം കോടതിയിൽ നമ്മൾ കൊടുത്ത കേസാണ് ഇന്ന് അതിന് ഏറ്റവും അടിസ്ഥാനപരമായ കേസ്. വേറെ 200 കേസുകൾ പൗരത്വവുമായി ബന്ധപ്പെട്ടുണ്ട്. എന്നാൽ അതിന്റെ ലീഡിംഗ് കേസായി വന്നത് ലീഗ് കൊടുത്ത കേസാണ്. അപ്പൊ ആ പോരാട്ടം നമ്മൾ കോടതിയിൽ തുടരുകയാണ്. വഖഫ് നിയമം. ഈ രാജ്യത്ത് 8 ലക്ഷം കോടിയുടെ വഖഫ് സ്വത്തുക്കളുണ്ട്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ കീഴിലും കോടാനുകോടി രൂപയുടെ ആരാധനാലയങ്ങളുണ്ട്, സ്വത്തുക്കളുണ്ട്. ഇതൊക്കെ മതേതര ഇന്ത്യയിൽ പരിരക്ഷിക്കപ്പെടണം. ഇതിനു മുമ്പ് കൊണ്ടുവന്ന വഖഫ് നിയമങ്ങളൊക്കെ വഖഫ് സ്വത്ത് സംരക്ഷിക്കാനായിരുന്നു. എന്നാൽ ഇപ്പൊ കൊണ്ടുവന്ന വഖഫ് നിയമം വഖഫ് സ്വത്തുക്കളെ അന്യാധീനപ്പെടുത്താനായിരുന്നു. വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തുക, വഖഫ് നിയമത്തെ ദുർബലപ്പെടുത്തുക, ഇതൊക്കെയാണ് ഈ നിയമത്തിലൂടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ നമുക്ക് അഭിമാനകരമായ ഒരു സംഗതി ചൂണ്ടിക്കാണിക്കാനുണ്ട്. നമ്മൾ അതിനെതിരെ ലീഗ് പാർട്ടി ആദ്യം മുതലേ അതിശക്തമായ മുന്നേറ്റം നടത്തി. പാർലമെന്റിൽ രാത്രി 3:30 മണി വരെ എല്ലാ പാർട്ടിക്കാരും, ലീഗ് മാത്രമായിരുന്നില്ല, എല്ലാ മതേതര പ്രസ്ഥാനങ്ങളും അതിന്റെ കൂടെ നിന്നു.
വഖഫ് നിയമത്തെ ദുർബലപ്പെടുത്തരുത്. വഖഫ് ഇവിടുത്തെ പള്ളികളും മദ്രസകളും യതീംഖാനകളും മുസാഫർഖാനകളും ഒക്കെ സംരക്ഷിക്കാനുള്ളതാണ്. അതിൽ ഇവർ കൊണ്ടുവന്ന ഭേദഗതി എന്താണ്? ഇവർ കൊണ്ടുവന്ന ഭേദഗതി, ആരെങ്കിലും ഒരു തർക്കം ഉന്നയിച്ചാൽ, വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഒരു തർക്കം ഉന്നയിച്ചാൽ, ഇപ്പൊ നിലവിലുള്ള നിയമപ്രകാരം അത് കോടതിയാണ് തീർപ്പ് കൽപ്പിക്കേണ്ടത്. പക്ഷെ BJP കൊണ്ടുവന്ന നിയമം അത് ജില്ലാ കളക്ടർക്ക് തീർപ്പ് കൽപ്പിക്കാമെന്നാണ്. ജില്ലാ കളക്ടർ എന്ന് പറയുന്ന ഒരു സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനാണ്. ഇന്ത്യയിലെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ ഒരാൾ പരാതി കൊടുത്താൽ അതിലുണ്ടാകുന്ന തീർപ്പ് എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇതിന്റെ എല്ലാ ബോഡികളും സമിതികളും പുനഃസംഘടിപ്പിക്കാനും മുസ്ലിങ്ങളല്ലാത്തവരെയൊക്കെ അതിൽ ചേർക്കാനും തീരുമാനിച്ചു. സത്യത്തിൽ അതിന്റെ ആവശ്യം എന്താണ്? വഖഫിനെ സംബന്ധിച്ചൊരു മുസ്ലിം മതവിശ്വാസിക്കല്ലേ അറിയാം. ദേവസ്വം ബോർഡിൽ ഹിന്ദുവല്ലാത്ത ഒരാളെയും ചേർക്കേണ്ടതില്ല, അത് അവർക്കേ അറിയുള്ളൂ. ദേവസ്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബ്രഹ്മസ്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹിന്ദുമത വിശ്വാസത്തിന്റെ ഭാഗമാണ്. ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ കയറ്റിയിട്ട് കാര്യമില്ല എന്നതുപോലെ വഖഫ് ബോർഡില് മറ്റു മതസ്ഥര് വന്നിട്ടും കാര്യമില്ല. അപ്പൊ അങ്ങനെ ഉള്ള ഭേദഗതികളെല്ലാം കൊണ്ടുവന്ന് വഖഫ് ചെയ്തയാൾ മുസ്ലിമായിട്ട് 5 കൊല്ലമായിട്ടുണ്ട് എന്ന് തെളിയിക്കണം. ഇതൊക്കെ തർക്കത്തിനുള്ള വഴി വെച്ചു കൊടുക്കുകയാണ്. വഖഫ് ചെയ്തയാൾ മുസ്ലിം മതവിശ്വാസം സ്വീകരിച്ചിട്ട് 5 കൊല്ലമായി എന്ന് തെളിയിക്കണം. അപ്പൊ ഇങ്ങനെ ആ വഖഫ് സ്വത്തുക്കളെ അന്യാധീനപ്പെടുത്താനുള്ള ശ്രമം, അതിനെതിരെ ഇന്ത്യൻ പാർലമെന്റ് ഈ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ പോരാട്ടം നടന്നു. രാത്രി 3:30 മണിക്കാണ് BJPക്ക് വഖഫ് ബില്ല് ഭേദഗതി പാസ്സാക്കാൻ സാധിച്ചത്. 56 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഫാസിസത്തിനെതിരായ ഇന്ത്യയിലെ മതേതര വിശ്വാസികളുടെ പോരാട്ടം തുടരുകയാണ്. അതിൽ തർക്കമില്ല. കഴിഞ്ഞ 2 പാർലമെന്റുകളിലും പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല. അതിന് മാത്രമുള്ള അംഗസംഖ്യ പ്രതിപക്ഷത്തുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോ 56 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ളത്. മാത്രവുമല്ല, ഇനിയിപ്പോ വരാൻ പോകുന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ അതിൽ കൂടുതൽ കക്ഷികളുടെ പിന്തുണ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്നാണ് ഇപ്പോ നാട്ടിൽ നടക്കുന്ന ചർച്ച. അപ്പൊ രാജ്യത്തൊരു വലിയ മാറ്റത്തിന് വേണ്ടിയുള്ള മുന്നേറ്റമുണ്ട്. പക്ഷെ അതിനെയൊക്കെ അവിഹിതമായ മാർഗങ്ങളിലൂടെ അടിച്ചമർത്താനാണ് സംഘ് പരിവാർ ശ്രമിക്കുന്നതെങ്കിലും ഇത് ഇന്ത്യയാണ്. ബ്രിട്ടീഷ് ഉരുക്കുമുഷ്ടിയെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ മുമ്പിൽ BJPക്ക് അടിയറവ് പറയേണ്ടി വരും എന്ന് തന്നെയാണ് ഒരു മതേതര വിശ്വാസി എന്ന നിലയിൽ ഞാനടക്കമുള്ള നമ്മളുടെയൊക്കെ വിശ്വാസം. അടിയറവ് പറയേണ്ടി വരും. ബ്രിട്ടീഷുകാരും ഈ തന്ത്രമാണ് രാജ്യത്ത് പ്രയോഗിച്ചത്, അല്ലെ? ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിച്ചു. ഇവരും ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നു. അന്ന് ഭിന്നിപ്പിച്ച് ഈ നാടിന്റെ സ്വത്ത് കൊള്ളയടിച്ച് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി. ഇന്ന് ഭിന്നിപ്പിച്ച് ഭരിച്ച് ഈ നാടിന്റെ സ്വത്ത് അദാനിക്ക് വാങ്ങിക്കൊടുക്കുക. അങ്ങനെ 15 മുതലാളിമാർക്കായി രാജ്യത്തിന്റെ എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും തുറമുഖങ്ങളും ഒക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതാണ് നമ്മുടെ നാട്ടിലെ ദേശീയ തലത്തിലുള്ള സ്ഥിതി. അതിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 5 പാർലമെന്റ് അംഗങ്ങളുമായി ആ പോരാട്ടത്തിന്റെ മുൻപന്തിയിലുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനം പകരുന്ന ഒരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇതൊക്കെ പറയുമ്പോൾ ഇവർ തമ്മിലുള്ള അവിശുദ്ധ ബന്ധങ്ങൾ, വലിയ സംഘ് പരിവാർ വിരോധം CPM പറയും. പക്ഷെ എത്രയോ സംഭവങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുന്നില്ലേ? എത്രയോ സംഭവങ്ങൾ, ഇവർ തമ്മിലുള്ള സൗഹൃദങ്ങൾ, കേന്ദ്രത്തിൽ നിന്ന് കേരള ഗവൺമെന്റിന് കിട്ടേണ്ട അല്ലെങ്കിൽ കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ഇടയാളന്മാരുണ്ട്. കേരളത്തിൽ BJPക്കാർക്ക് ഏറ്റവും നല്ല സുവർണ കാലഘട്ടമാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, അല്ലേ? BJPയുടെ കൊടകര കുഴൽപ്പണക്കേസ് BJP നേതാക്കന്മാർ പ്രതിയായ കേസായിരുന്നു. പിന്നെ ആ കേസ് കണ്ടിട്ടില്ല, അത് ആവിയായി പോയി. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസ്, സുരേന്ദ്രൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പണം കാണിച്ചു എന്ന് പറഞ്ഞ് കൃത്യമായ കേസെടുത്തു. പക്ഷേ ആ കേസിന്റെ നിയമപ്രകാരം 1 കൊല്ലത്തിന്റെ ഉള്ളിൽ കുറ്റപത്രം കൊടുക്കണം. പിണറായി കാത്തിരുന്നു, സുരേന്ദ്രൻ എങ്ങാനും ശിക്ഷിച്ചാലോ
പാടില്ല. അപ്പൊ അതുകൊണ്ട് 17 മാസം കഴിഞ്ഞിട്ടാണ് ആ കേസിലെ കുറ്റപത്രം കൊടുത്തത്. ജഡ്ജി പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് 1 കൊല്ലത്തിന്റെ ഉള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം. അപ്പൊ അങ്ങനെ പല സഹായവും, നേരിട്ടല്ല ഈ പ്രഖ്യാപനങ്ങൾ, ഇവര് തമ്മിൽ ബായിയാണ്. എന്നാൽ തിരിച്ച് SNC ലാവലിൻ കേസ് സുപ്രീം കോടതിയിലുണ്ട്. 45 വട്ടമാണ് CBIക്ക് ഒഴിവില്ലാഞ്ഞിട്ട് നേടിക്കൊടുത്തത്. 1ഉം 2ഉം പ്രാവശ്യമല്ല, 45 പ്രാവശ്യം. അതുപോലെ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു, കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേരള ഗവർണറും, പുതുതായി വന്ന ഗവർണർ വന്ന ആ ഊക്കില്, ഇപ്പോഴല്ല, ഇപ്പൊ 2-3 മാസമായില്ലേ, ആ വന്ന ഉടനെ തന്നെ ആ പുതുക്കത്തിൽ ഇവര് രണ്ടാളും കൂടി പോയിട്ട് കാണുന്ന ഒരു സ്ഥിതി ഉണ്ടായി. എന്തിനാ അങ്ങനെ ഗവർണർമാരെ പോയി കൂട്ടിയിട്ട് കാണുന്നത്? കേന്ദ്ര ധനകാര്യമന്ത്രിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണുന്നത് തെറ്റൊന്നുമല്ല. ആ സമയത്ത് തന്നെ സിദ്ധരാമയ്യ, കർണാടകയുടെ മുഖ്യമന്ത്രി, കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടിരുന്നു. അദ്ദേഹം പത്രപ്രസ്താവന നടത്തിയിട്ട് പറഞ്ഞു, ഞാൻ കൃഷ്ണ നദിയിലെ ജലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തത് കേന്ദ്ര ധനകാര്യമന്ത്രിയും. അന്ന് അതുപോലെ തന്നെ തെലങ്കാനയുടെ മുഖ്യമന്ത്രി കണ്ടു, അദ്ദേഹം GSTയിൽ ഞങ്ങൾക്ക് കിട്ടാനുള്ള കുടിശ്ശികയുടെ കാര്യമാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞു. എന്നാൽ പിണറായി കണ്ടത് എന്തിനാണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. പിണറായിന്റെ കൂടെ കേരള ഗവർണറും ഉണ്ടായിരുന്നു. ഞങ്ങൾ അസംബ്ലിയിൽ ചോദിച്ചു, അന്ന് അസംബ്ലി നടക്കുന്ന സമയമാണ്, എന്തിനാണ് മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടത്? ഈ സംസ്ഥാനത്തിന്റെ വല്ല താല്പര്യങ്ങൾക്കും വേണ്ടിയാണോ? കേരളത്തിന്റെ ഗവർണർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അതില്ലാത്തൊരു കീഴ്വഴക്കമാണ്. മുഖ്യമന്ത്രി ഏതെങ്കിലും കേന്ദ്രമന്ത്രിമാരെ കാണുമ്പോ ഗവർണർമാരെ കൂടെ കൊണ്ടുപോകുന്ന ഒരു കീഴ്വഴക്കം ഈ നാട്ടിലില്ല. അപ്പൊ അതില്ലാത്തൊരു കീഴ്വഴക്കമാണ്. അപ്പൊ മുഖ്യമന്ത്രി എല്ലാരെയും, നമ്മളൊക്കെ ചോറാണ് കഴിക്കുന്നത്, അരിയാഹാരമാണ് കഴിക്കുന്നത്. മുമ്പ് അച്യുതാനന്ദൻ പറഞ്ഞ മാതിരി മുഖ്യമന്ത്രി അത് മനസ്സിലാക്കണം. മൂപ്പര് പറയാണ്, ഞാൻ ഫ്ലൈറ്റിൽ കയറിയിരുന്നു, ഇരുന്നപ്പോ എന്റെ സീറ്റിൽ ഒരാൾ വന്നിരുന്നു അടുത്ത്. ആരാ? നോക്കുമ്പോ കേരളത്തിന്റെ ഗവർണർ. ഇത് KSRTC ബസ്സല്ലേ? അടുത്ത് വന്നിരിക്കുമ്പോ ആരാണ് എന്ന് നോക്കാൻ. ഫ്ലൈറ്റിൽ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് ആരായിരിക്കുന്നുള്ള മണിക്കൂറുകൾക്ക് മുമ്പ് അറിയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറഞ്ഞപ്പോ ഗവർണർ പറഞ്ഞു, ഞാൻ നാളെ കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ MP-മാരുടെയൊക്കെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി ഒന്ന് വരുമോ? ഓ, ഗവർണർ വിളിച്ചല്ലേ, ഈ കേരളവുമായി ബന്ധപ്പെട്ട യോഗമല്ലേ, ഞാൻ പോകാന്ന് തീരുമാനിച്ചു. അപ്പൊ ഇന്ന് അങ്ങോട്ട് വിളിച്ച സ്ഥിതിക്ക് ഞാൻ ഇങ്ങോട്ടും ഒരു ക്ഷണം നടത്തണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ മറ്റന്നാള് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കേരള ഹൗസിൽ വെച്ച് കാണുന്നുണ്ട്, നിങ്ങളൊന്ന് വരുമോ? എന്താ സൽക്കാരം വിളിക്കല്ലേ? ഇങ്ങോട്ട് വിളിച്ചപ്പോ അങ്ങോട്ട് വിളിക്കാൻ ആരെയാണ് മുഖ്യമന്ത്രി പറ്റിക്കുന്നത്? അങ്ങനെയാണ് ഞങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടത് എന്നാണ് പിണറായി അസംബ്ലിയിൽ പറഞ്ഞത്. വളരെ കൃത്യമാണ്, അത് വെറുതെ അല്ല. എന്തിനാ പോയത്? മകൾക്കെതിരെ കോടതിയിൽ ഒരു കുറ്റപത്രമുണ്ട്. എന്താ അതിന്റെ പേര്? SFIO. MM മണി പറഞ്ഞ മാതിരി SFI അല്ല. MM മണി വിചാരിച്ച SFIO ആണ് പിണറായിക്കെതിരെയുള്ള കേസ്, മകൾക്കെതിരെയുള്ള കേസ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ SFIക്കാരല്ലേ, പ്രശ്നമില്ലാന്ന് പറഞ്ഞു എന്ന് ഒരു തമാശ അസംബ്ലിയിലൊക്കെ ഉണ്ട്. ഇത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. അപ്പൊ അത് കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. അവിടെ ഒരു കുഴപ്പം ഉണ്ടാക്കരുത്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഇവര് തമ്മിലുള്ള അന്തർധാരകളാണ്. അങ്ങനെ കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ അടുത്തേക്ക് നമ്മളെ ഗവർണറേയും കൂട്ടിപ്പോയി, ഈ പ്രശ്നത്തിൽ വലിയ തോതിലുള്ള നടപടികളൊന്നും ഉണ്ടാവരുത്, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയാനാണ് പിണറായി ഗവർണറേയും കൂട്ടിപ്പോയത്. അതുകൊണ്ട് തന്നെ ആ കേസ് ഇപ്പൊ അങ്ങനെ പഴയ മാതിരി സ്ട്രോങ് ഇല്ല. ആ കേസിന്റെ നടപടികളൊക്കെ നിലച്ചു. അപ്പൊ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊടുക്കലും വാങ്ങലൊക്കെ നന്നായിട്ട് നടക്കുന്നു. നമ്മൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ദിവസം എന്താണ് കണ്ടത്? EP ജയരാജൻ പറഞ്ഞു, കേരളത്തിന്റെ BJPയുടെ ചുമതലക്കാരനായ പ്രഭാഹരി ജാവഡേക്കർ എന്റെ വീട്ടിൽ വന്നിരുന്നു, ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവസാനം അതൊരു വലിയ പ്രതിഷേധമായപ്പോ, പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ എതിർപ്പ് വന്നപ്പോ ജയരാജൻ മലക്കം പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്റെ മോന്റെ കൊച്ചുമോന്റെ ബർത്ത്ഡേക്ക് വന്നതായിരുന്നു. രാജ്യത്ത് ഒരുപാട് നേതാക്കന്മാരുടെ മക്കൾക്ക് ബർത്ത്ഡേ ഉണ്ട്, അവിടെ ഒന്നും ജാവദേക്കർ കയറി വരുന്നില്ല. റോട്ടിൽ കൂടി പോകുമ്പോ
ജയരാജന്റെ മക്കള് താമസിക്കുന്ന ഫ്ലാറ്റ് നോക്കി കയറാൻ ഇതെന്താ അങ്ങനെ ഒരു അപൂർവത? അപ്പൊ അത് ബോധപൂർവം വന്നതാണ്. അതാണ് തൃശ്ശൂരിലെ സീറ്റിന്റെ ആദ്യത്തെ ചർച്ച. പറഞ്ഞല്ലോ, തൃശ്ശൂരിൽ ഞങ്ങളെ സഹായിക്കണം എന്ന് പറയാനാണ് ജാവദേക്കർ എന്റെ വീട്ടിൽ വന്നത് എന്ന് പിണങ്ങി നിൽക്കുന്ന ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ജയരാജനെ സ്റ്റഡിയാക്കി അല്ലേ? അപ്പൊ ഈ അന്തർധാരകളൊക്കെ നാട്ടിൽ നടക്കാണ്. ഇപ്പോ തൃശ്ശൂരിലെ സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നില്ലേ? എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു. തൃശ്ശൂരിലും വോട്ടർ പട്ടികയിൽ കള്ളക്കളി ഉണ്ടായി. അതുപോലെ തന്നെ നമുക്കറിയാം, ക്രിസ്തീയ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമുണ്ടായി. അതിനുശേഷമാണ് കേരളത്തിലെ ഇപ്പോ ഈ അടുത്ത ദിവസങ്ങളിലാണ് 2 കന്യാസ്ത്രീകൾ ക്രൂരമായി ഛത്തീസ്ഗഡിൽ ബജ്രംഗദൾ പ്രവർത്തകരാൽ പീഡിപ്പിക്കപ്പെട്ടത്. എവിടെയായിരുന്നു ഈ 2 കേന്ദ്രമന്ത്രിമാർ? സുരേഷ് ഗോപി ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള BJPയുടെ കേന്ദ്രമന്ത്രിമാർ അവരാരും കണ്ടില്ലല്ലോ. ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണം സംഘപരിവാർ അതിശക്തമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. ഇനിയും അത് വിശ്വസിക്കണം, അല്ലെങ്കിൽ BJPയുടെ ഭാഗത്ത് നിൽക്കണം എന്നാരെങ്കിലും പറഞ്ഞാൽ കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിന് അതിന് കിട്ടുമോ? അതുകൊണ്ടാണ് അഭിവന്ദ്യരായ പിതാക്കന്മാര് പറഞ്ഞത്, അടുത്ത ക്രിസ്തുമസിന് ചിരിച്ച് കേക്കും കൊണ്ട് ഞങ്ങൾ അടുത്തേക്ക് വരണ്ട. കാരണം അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. എങ്ങനെ തിരിച്ചറിയാതിരിക്കും? RSSന്റെ പ്രഖ്യാപിതമായ ശത്രുക്കളാണ് രാജ്യത്തെ മതേതരവാദികളായ ഹിന്ദുക്കൾ. അതുകൊണ്ടാണ് അവർ ഗാന്ധിജിയെ കൊന്നത്. ഗാന്ധിജി രാമനാമം ജപിച്ചാണ് അന്ത്യശ്വാസം വലിച്ചത്. ഏറ്റവും നല്ല സനാതന ഹിന്ദുവായിരുന്നു ഗാന്ധിജി. അപ്പോ മതേതരവാദിയായ ഹിന്ദുവാണ് RSSന്റെ ഒന്നാമത്തെ ശത്രു. രണ്ടാമത്തെ ശത്രുക്കൾ മുസ്ലിങ്ങളാണ്. മൂന്നാമത്തെ ശത്രുക്കൾ ക്രിസ്ത്യാനികളാണ്. 4 അവർ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകളാണ്. അന്നത്തെ ലോകക്രമത്തിൽ റഷ്യയും ചൈനയും ഒക്കെയായി കമ്മ്യൂണിസം ഒരു കിഴക്കൻ യൂറോപ്പ് ഒക്കെയായി കമ്മ്യൂണിസം ഒരു വലിയ ശക്തിയാണ്. ആവട്ടെ, അങ്ങനെയാണ് ശത്രുക്കളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവിടെ ക്രിസ്ത്യാനികളുമായ ഒരു രഞ്ജിപ്പിന് ഗോൾവാൾക്കർ ഇനി അദ്ദേഹത്തിന്റെ നിയമം മാറ്റി എഴുതുമോ? അപ്പൊ അത് സംഭവിക്കില്ല. അത് തെറ്റിദ്ധാരണ മാത്രമാണ്. നമുക്കറിയാം, മണിപ്പൂർ 2 ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ ഒരു വംശഹത്യയാക്കി മാറ്റിയത് കേന്ദ്ര ഗവൺമെന്റാണ്. മണിപ്പൂരിലെ 2 ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള സംഘർഷം തീർക്കാൻ ഇന്ത്യൻ പട്ടാളത്തിന് കഴിയില്ല. 1 ദിവസമോ 2 ദിവസമോ കൊണ്ട് കഴിയില്ല. അത് കഴിയുമെന്ന് നമ്മൾ തെളിയിച്ചവരാണ്. നമ്മുടെ രാജ്യത്തെ സൈന്യം നമുക്ക് അഭിമാനമാണ്, അല്ലേ? പാകിസ്ഥാൻ നമ്മളെ വെറുതെ പ്രകോപിപ്പിച്ചു. ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്നു. നമ്മുടെ സൈനികർ ആഞ്ഞടിച്ചു. പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായി. കാൽക്കൽ വന്ന് വീണ് നമ്മളോട് മാപ്പ് പറഞ്ഞ് യുദ്ധം അവസാനിപ്പിച്ച ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതിപ്പോ ഈ 10 കൊല്ലം കൊണ്ടുണ്ടായതല്ല. ഇന്ത്യൻ സൈന്യത്തിന്റെ മികവ് അത് ജവഹർലാൽ നെഹ്റുവിലൂടെ, ഇന്ദിരാഗാന്ധിയിലൂടെ, രാജീവ് ഗാന്ധിയിലൂടെ നമ്മുടെ സൈന്യം ഉണ്ടാക്കിയെടുത്ത ശക്തിയാണ്. ഇന്ദിരാഗാന്ധി പറഞ്ഞില്ലേ, ജയ് ജവാൻ ജയ് കിസാൻ. നമ്മുടെ നാട്ടിലെ പട്ടാളക്കാരൻ ശക്തിപ്പെടണം, നമ്മുടെ നാട്ടിലെ കർഷകർ ശക്തിപ്പെടണമെന്ന്. അപ്പൊ അങ്ങനെയുള്ള ഇന്ത്യ രാജ്യം, അവിടെ ഈ മണിപ്പൂരിലെ പ്രശ്നം ഇന്ത്യൻ പട്ടാളം വിചാരിച്ചാൽ 2 മണിക്കൂർ കൊണ്ട് തീർക്കാം. പക്ഷെ എന്താ തീർക്കാത്തത്? അതൊരു വംശഹത്യയാണ്. ക്രിസ്ത്യൻ മേധാവിത്വമുള്ള ഒരു ഗോത്രവർഗത്തെ നിഷ്കാസനം ചെയ്യാനുള്ള പദ്ധതിയാണ്. മുമ്പ് ഗുജറാത്തിൽ മുസ്ലിം സമൂഹത്തിനെതിരെ നടത്തിയതുപോലെ ഉള്ള ഒരു വംശഹത്യാ പദ്ധതിയാണ് മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യത്തിന് സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ അതിനൊക്കെ എതിരായി അതിശക്തമായ രാഷ്ട്രീയ ബോധവൽക്കരണം ഉണ്ടാവേണ്ടതുണ്ട്. ഈ സംഘപരിവാറിനെതിരെ പറയുകയും BJPക്കെതിരെ ഗീർവാണ പ്രസംഗം നടത്തുകയും അവരുടെ ആനുകൂല്യങ്ങൾ പറ്റുകയും ചെയ്യുന്ന ഇടതുപക്ഷത്തിന്റെ സമീപനം തുറന്നു കാണിക്കപ്പെടണം എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വരെ ശക്തമായ വിമർശനം വന്നില്ലേ? ഒരു വിലയിരുത്തൽ ഉണ്ടായില്ലേ? BJPക്ക് ആവശ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ്. CPM-ന് ആവശ്യം കോൺഗ്രസ് മുക്ത കേരളമാണ്. CPM അത്രേ ഉള്ളൂ. അപ്പൊ ആ 2 താല്പര്യങ്ങളും കൂടിയാണ്
രണ്ടാം പിണറായി സർക്കാർ. അന്ന് രമേശ് ചെന്നിത്തല കൃത്യമായി ചില നിയോജക മണ്ഡലങ്ങളിലെ വോട്ടിന്റെ കണക്ക് വെച്ചുകൊണ്ട് പറഞ്ഞത് നമ്മൾ ഓർക്കുന്നില്ല. അപ്പൊ അതാണ് അവരുടെ ഒരു അജണ്ട. കോൺഗ്രസിനെ ക്ഷയിപ്പിക്കുക, കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നതാണ് BJPയുടെ താല്പര്യം. അപ്പൊ അതിന്റെ ഗുണഭോക്താക്കൾ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഞങ്ങളൊന്ന് പറയാം, ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരം പിണറായിക്കും ഗവൺമെന്റിനും എതിരാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടല്ലോ, എല്ലാ സീറ്റുകളും, കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം, വടകര പാർലമെന്റ് മണ്ഡലം, മലബാറിലെ എല്ലാ സീറ്റുകളും, കണ്ണൂരും കാസർഗോഡും പാലക്കാടും, ഒരു മണ്ഡലം ഒഴികെ ബാക്കി എല്ലായിടത്തും ആഞ്ഞു വീശിയത് ഒന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം കുറെ കൂടി ക്ലിയർ ആയത് നമ്മുടെ ഭാഗത്താണ്. LDFന് എന്താ ഉള്ളത്? ഞങ്ങളെ ഇവിടെ നിങ്ങൾ വിജയിപ്പിച്ചോളി, ഞങ്ങൾ അവിടെ പോയിട്ട് കോൺഗ്രസിനെ സഹായിച്ചോളാം. നിങ്ങൾ അങ്ങനെ സഹായിക്കുന്ന ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ജനങ്ങൾ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വാങ്ങിയിട്ട് അവിടെ പോയിട്ട് സഹായിക്കണ്ട, ഞങ്ങൾ തന്നെ നേരിട്ട് കോൺഗ്രസിന് കൊടുത്തോളാം. അതാണ് ഇപ്പൊ 2019 24 കേരളത്തിൽ കാണുന്നത്. അപ്പൊ അത് മാത്രമല്ല, ആ ഒരു ക്ലിയറായ രാഷ്ട്രീയം, സുവ്യക്തമായ രാഷ്ട്രീയം നമ്മുടെ മുമ്പിലുണ്ട്. അത് മാത്രമല്ല, കേരളത്തിലെ പിണറായി സർക്കാരിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് അത് കഴിഞ്ഞപ്പോ ആകെ എല്ലായിടത്തും തകർന്ന തരിപ്പണമായില്ലേ. കോഴിക്കോട് എന്തൊക്കെ പ്രചരണങ്ങൾ നടത്തി, വടകരയിൽ എന്തൊക്കെ പ്രചരണങ്ങൾ നടത്തി. കോഴിക്കോട് എന്താ നിങ്ങൾ പറഞ്ഞത്? വടകരയിൽ എന്താ നിങ്ങൾ പറഞ്ഞത്? വടകരയിൽ പറഞ്ഞു ലീഗുകാർ ശൈലജ ടീച്ചറെ കാഫിർ എന്ന് വിളിച്ചിട്ടുണ്ട്, കാഫിറിന് വോട്ട് ചെയ്യരുത്. അപ്പോ മുസ്ലിമായ ഷാഫിക്ക് വോട്ട് ചെയ്യണം ലീഗ് പറഞ്ഞു. രാജ്യത്ത് ആരെങ്കിലും മൂക്ക് കീഴ്പോട്ടായവരത് വിശ്വസിക്കും? ലീഗ് ഷാഫിയാണോ, അതിനു മുമ്പ് മുല്ലപ്പള്ളിയും മുരളിയും നിന്നപ്പോ അവരാണോ എന്നല്ല നോക്കിയത്. ഞങ്ങൾ അതിന്റെ രാഷ്ട്രീയമാണ് നോക്കാറ്. എന്തിന്? കോഴിക്കോട്ട് നിങ്ങൾ പറഞ്ഞില്ലേ കരീം ഖാൻ, അത് വളരെ ബോധപൂർവം ഒരു തരാതരം പോലെ വർഗീയത പ്രയോഗിക്കുന്നതിന്റെ ഭാഗമായിരുന്നു കോഴിക്കോട്ടെ കരീം ഖാൻ. കോഴിക്കോട്ടെ ലീഗുകാർ എന്താ പറഞ്ഞത്? ഞങ്ങൾ കരീം ഖാന്റെ കൂടെ അല്ല, ഞങ്ങൾ രാഘവേട്ടന്റെ കൂടെയാണ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രബുദ്ധതയാണ് ലീഗ്. ആ ലീഗ് വടകരയിൽ ഒരാളെ കാഫിറായതുകൊണ്ട് വോട്ട് ചെയ്യരുതെന്ന് പറയുമോ? അത് നിങ്ങളുടെ സൃഷ്ടിയായിരുന്നു. യൂത്ത് ലീഗുകാരനായ കാസിമിന്റെ പോസ്റ്റാണെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ അത് പ്രചരിപ്പിച്ചത്. കാസിമിനെ തന്നെ ഞങ്ങൾ ഹാജരാക്കി കോടതിയിൽ കൊടുത്തു, ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. പിണറായിയുടെ പോലീസ് നാണം കെട്ട് പറയേണ്ടി വന്നില്ലേ, അത് കാസിമിന്റെ പോസ്റ്റ് അല്ല, കാസിമിന്റെ FBയിൽ നിന്ന് പോയതല്ല എന്ന് പിണറായിന്റെ പോലീസിന് കേരള ഹൈക്കോടതിയിൽ പറയേണ്ടി വന്നു. പിന്നെ ആ കേസ് ഇപ്പൊ നിങ്ങൾ ആവിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ആരുടെ ഫേസ്ബുക്കിൽ നിന്ന് പോയതാണെന്ന് മാലോകർക്കൊക്കെ അറിയാം അല്ലെ? അപ്പൊ നിങ്ങൾ ആരെയാണ് ഈ പഠിപ്പിക്കുന്നത്? ഞങ്ങൾ അവിടെ നിങ്ങൾ ഷാഫി ആയതുകൊണ്ടാണ് ഞങ്ങൾ കാഫിർ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് എന്ന് പറഞ്ഞാൽ എന്ത് യുക്തിയാണ് അതിനുള്ളത്? കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും നിങ്ങൾ പറയുന്ന ഈ കാഫിറുകളെ ജയിപ്പിക്കാനാണ് രാവില്ലാതെ പകലില്ലാതെ മഴയില്ലാതെ വെയിലില്ലാതെ ലീഗ് പ്രവർത്തകർ അത്യധ്വാനം നടത്തിയത് അല്ലെ? നിങ്ങൾ ഇതിനു മുമ്പോ അങ്ങനെ പല പണി നടത്തിയിട്ടുണ്ട്. കോഴിക്കോട് CM ഇബ്രാഹിം മത്സരിച്ചു. CM ഇബ്രാഹിം മത്സരിച്ചപ്പോ പറഞ്ഞു, ഇതാ ഒന്നാം തരം നല്ല നമസ്കരിക്കുന്ന മുസ്ലിമാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ ലീഗുകാർ എന്താ പറഞ്ഞു? നിസ്കരിച്ചോട്ടെ, അതിനൊന്നും തകരാറില്ല, ഫർളും സുന്നത്തൊക്കെ നിസ്കരിക്കട്ടെ, അത് മനുഷ്യന്റെ വ്യക്തിപരമായ സംഗതിയാണ്, ആരാധനാ കർമ്മമാണ്. പക്ഷെ ഇത് രാഷ്ട്രീയമാണ്. ഇവിടെ ഞങ്ങൾ എല്ലാ മാസം 1-ാം തീയതി ഗുരുവായൂർ പോകുന്ന കരുണാകരന്റെ മകൻ മുരളിയാണ് അന്ന് കോഴിക്കോട്ടെ UDFന്റെ സ്ഥാനാർത്ഥി. ഞങ്ങൾ മുരളിക്കൊപ്പമാണ് നിന്നത്. അപ്പൊ ആ ലീഗിനെയാണ് നിങ്ങൾ പറയുന്നത് എന്ത്? ലീഗ് കാഫിർ ആയതുകൊണ്ട് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു. നാണം കെട്ടില്ല. ആ തെരഞ്ഞെടുപ്പിൽ കേരളമാകെ എല്ലാ മണ്ഡലങ്ങളിലും നിങ്ങൾക്കെതിരെ അതിശക്തമായ മുന്നേറ്റമുണ്ടായി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പാലക്കാട്ട് മത്സരിച്ച വിജയരാഘവൻ പറഞ്ഞു, നമ്മുടെ പാർട്ടി ആകെ പൂതലിച്ചു പോയി. എന്താ പൂതലിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ആകെ ചെതല് പിടിച്ച് ദ്രവിച്ചു പോയി, ഒരു വെട്ടുകൊണ്ടാ പൊളിഞ്ഞു വീഴും, അത്രമാത്രം ക്ഷയിച്ചു പോയി എന്ന് പറഞ്ഞത് വിജയരാഘവനാണ്. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ്? നിങ്ങൾ നടത്തിയ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല, ഇടതുപക്ഷക്കാര് പോലും അംഗീകരിക്കുന്നില്ല.
എന്താ ഇപ്പൊ കേരള ഭരണത്തിലെ ഒരു സ്ഥിതി? അവസാനം ഒരു ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇടതുപക്ഷക്കാരനാണ്, CPM അനുഭാവിയാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാകുമ്പോ അത്ര പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയം പറ്റൂല. പക്ഷേ അദ്ദേഹം പിണറായി അച്യുതാനന്ദനെയൊക്കെ ബഹുമാനിക്കുന്ന ആളാണ്, ഇടതുപക്ഷക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, ഇനി പറയാതിരിക്കാൻ കഴിയില്ല, പാവപ്പെട്ട ആളുകളുടെ ചികിത്സ എത്രയോ തവണ മാറ്റിവെക്കേണ്ടി വരികയാണ്. ചികിത്സക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങൾ, സൂചിയും നൂലും പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇല്ല, യൂറോളജി വകുപ്പിലില്ല. ഞാൻ പലതവണ ആവശ്യപ്പെട്ടു, ആരും മൈൻഡ് ചെയ്യണില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. ഇനി ഇത് പുറത്തു പറയുകയില്ലാതെ എന്റെ മുമ്പിൽ വേറെ മാർഗമില്ല എന്ന് ആ ഡോക്ടർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് നാട്ടിലെ മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി നമ്മൾ കണ്ടത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടിരുന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ സ്റ്റണ്ട് പോലും വാങ്ങാൻ പണമില്ലാത്ത അവസ്ഥയാണ്. കാസ്പ് ചികിത്സ പൂർണ്ണമായും നിർത്തി. എന്താ കാസ്പ്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങിയത്, നിങ്ങൾ വകഭേദം വരുത്തിയതായിരുന്നു. അന്നാണ് ആദ്യമായി കാരുണ്യ ബെനവലന്റ് ഫണ്ടിലൂടെ ലോട്ടറിയിൽ കിട്ടുന്ന ലാഭം രാജ്യത്തെ പാവപ്പെട്ടവന്റെ ഹൃദയ ചികിത്സക്ക്, കരള് മാറ്റിവെക്കുന്നതിന്, കിഡ്നി മാറ്റിവെക്കുന്നതിന് ഒക്കെ നൽകുന്ന സാമ്പത്തിക സഹായം നൽകുന്ന കാലം കേരളത്തിൽ വന്നത് അന്നാണ്. നിങ്ങൾ അതിന്റെ പേര് മാറ്റിയിട്ട് കാസ്പാക്കി, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അതിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഹോസ്പിറ്റലിലൊക്കെ പോയാൽ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, കാസ്പ് കാർഡ് സ്വീകരിക്കുന്നതല്ല. എന്താ സ്വീകരിക്കാത്തത്? എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്കും 4 കോടി 5 കോടി. പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ബോർഡുണ്ട്, കാലങ്ങളായിട്ടുണ്ടായിരുന്നു. 4 കോടി 4.5 കോടി രൂപയാണ് സർക്കാർ പറഞ്ഞ ചികിത്സ നടത്തിയിട്ട് അവർക്ക് കൊടുക്കാനുള്ളത്. അപ്പൊ അങ്ങനെ ആരോഗ്യരംഗമാകെ താറുമാറായി. വീണ ജോർജ് പ്രസംഗിക്കാനൊക്കെ ഉഷാറാണ്. ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്, ഒരു കപ്പിത്താനുണ്ട്, ഈ കപ്പൽ ആടി ഉലയുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അസംബ്ലിയിൽ പഴയ ചാനൽ അവതാരിക ആ വീര്യത്തിലൊക്കെ പറഞ്ഞു. പക്ഷെ ഭരണം അത്ര എളുപ്പമല്ല, ആ പറയുമ്പോൾ ഒരു സുഖമല്ല അല്ലെ? അവര് കോട്ടയം മെഡിക്കൽ കോളേജിൽ അവരവിടെ നിൽക്കുമ്പോഴാണ് ഒരു ബിൽഡിംഗ് നേരെ തകർന്നു വീണിട്ട് എന്ത് പറഞ്ഞു? അതിൻ്റെ ഉള്ളിൽ ആരും ഇല്ലാത്തവരാണ് പ്രഖ്യാപിച്ചു. വീണ ജോർജും വാസവൻ മന്ത്രിയും കൂടി പ്രഖ്യാപിച്ചു, ആ വീണേന്റെ ചോട്ട് ആരും ഇല്ലാന്ന്. ഇവർക്ക് ആരും വിവരം കൊടുത്തു? അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തായി? തെരച്ചിലും അന്വേഷണവും രക്ഷാപ്രവർത്തനമൊക്കെ നിർത്തിവെച്ചു. 8 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു പാവപ്പെട്ട സ്ത്രീ അതിന്റെ ടോയ്ലറ്റിൽ പോയത് അവിടെ കുടുങ്ങി ശ്വാസം മുട്ടി മരിച്ചു. ഇതാണ് നമ്മുടെ നാട്ടിലെ ആശുപത്രികളുടെ അവസ്ഥ. സ്കൂളുകൾ നിരന്തരമായി വീണുകൊണ്ടിരിക്കുന്നു. സ്കൂളിൽ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പണമില്ലാത്ത സ്ഥിതി വരുന്നു. എല്ലാ മാഷന്മാരുടെയും ഒരു സ്വപ്നമാണ്, ഇവിടെയുണ്ട് കുറെ മാഷന്മാർ, അധ്യാപനം അവസാനം ഒരു ഹെഡ് മാസ്റ്റർ ആയിട്ട് പിരിയാന്നുള്ളത്. എന്നാൽ പിണറായി കാലത്ത് എല്ലാ ഹെഡ് മാസ്റ്റർമാരാകാനുള്ള ഒരു എഴുതി കൊടുക്കുകയാണ്, എനിക്ക് ഹെഡ് മാസ്റ്റർ ആവണ്ടാന്ന്. എന്താ കാരണം? ഹെഡ് മാസ്റ്റർ ആയ ഒരാള് എറണാകുളത്ത്, അയാളുടെ അവസ്ഥ എല്ലാവരും കണ്ടു. 4 ലക്ഷം ഉറുപ്പ്യ കടക്കാരനായി, കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുത്തിട്ട് 4 ലക്ഷം ഉറുപ്പ്യ കടക്കാരനായി അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അപ്പൊ എല്ലാ മാഷന്മാരും ഇപ്പൊ ആ കാര്യത്തിൽ പ്രതിസന്ധിയിലാണ്. അങ്ങനെ ഏത് മേഖല എടുത്ത് പരിശോധിച്ചു നോക്കൂ, ഭരണത്തിന്റെ വല്ല മികവും എവിടെയെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെയായി കേരളത്തിലെ ഭരണം എല്ലാ നിലക്കും തകർന്നിരിക്കുകയാണ്. റോഡുകൾ കുഴികളാണ്. മൺസൂൺ മഴ വരുന്നതിന് മുമ്പ് എല്ലാ ഗവൺമെന്റും ഒരു കുഴിയടക്കൽ നടത്തും, ഒരു പേച്ച് വർക്ക്. ഈ കാലത്ത് അത് ഉണ്ടായില്ല, മരുമോൻ മന്ത്രി അത് ചെയ്തില്ല. അതുകൊണ്ട് റോഡുകളൊക്കെ ഭയങ്കര കുഴിയാണ്. അപ്പൊ കുഴിയടക്കാൻ കഴിയാത്ത ഗവൺമെന്റ്, ആശുപത്രിയിൽ മരുന്ന് കൊടുക്കാൻ കഴിയാത്ത ഗവൺമെന്റ്, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനം ഈ ഗവൺമെന്റിനെതിരായി നിൽക്കുന്ന ഒരു കാലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യൂത്ത് ലീഗ് പുതിയ കമ്മിറ്റികളൊക്കെ വന്ന് വളരെ ഊർജ്ജസ്വലതയോടെ സമരഭൂമിയിൽ ശക്തമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തൃശ്ശൂര് യൂത്ത് ലീഗിന്റെ ഒരു ഉജ്ജ്വലമായ മാർച്ച്, വോട്ട് കൊള്ളക്കെതിരെ. കേരളത്തിന്റെ അതിന്റെ പ്രതീകം തൃശ്ശൂരാണല്ലോ, സുരേഷ് ഗോപിയുടെ വോട്ട് കൊള്ള. അവിടെ ഏറ്റവും നല്ല ഒരു പ്രതിഷേധം, വലിയ പങ്കാളിത്തം ഉള്ള ഒരു പ്രതിഷേധം നടത്തുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയുള്ള പോരാട്ടങ്ങൾക്ക് നമ്മുടെ യുവസമൂഹത്തെ സജ്ജരാക്കണം. പുതിയ പുതിയ ചെറുപ്പക്കാർ വിവിധ തലങ്ങളിൽ നേതൃത്വങ്ങളിലേക്ക് വരണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇനി വരാനിരിക്കുന്ന മാസങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരാനിരിക്കുകയാണ്. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ സംഘടനാ സംവിധാനം കൂടുതൽ ഊർജ്ജസ്വലമായി
ഒരു സമര സംഘടനയായി യൂത്ത് ലീഗിന് കൂടുതൽ ഊർജത്തോടുകൂടി മുന്നോട്ട് പോവാൻ സാധിക്കണം എന്നീ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പൊ കേന്ദ്ര കേരള ഗവൺമെന്റുകൾ എല്ലാ അർത്ഥത്തിലും ഈ രാജ്യത്തെ ജനങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരുവിധ നീതിയും നൈതികതയും ഇല്ലാത്ത ഒരു കേന്ദ്ര സർക്കാർ. അതേ പതിപ്പ് തന്നെ മുമ്പ് CPI പറഞ്ഞ പോലെ അവിടെ കോട്ടിട്ട മോഡിയാണെങ്കിൽ ഇവിടെ മുണ്ടെടുത്ത മോഡി അതേ ജനദ്രോഹ നയങ്ങൾ തുടരുകയാണ്. അപ്പൊ രണ്ടിൽ നിന്നുമുള്ള ഒരു മോചനം ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടാകണം. ആദ്യം 2026 നമ്മുടെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളം ആ അർത്ഥത്തിൽ ചിന്തിക്കും എന്ന് തന്നെയാണ് എല്ലാ നിരീക്ഷകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.